What's up guys, welcome back to our channel. It's me, Abdullah Jops. നമ്മുടെ ചാനലിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ട് രണ്ട് ഐറ്റംസ് ആണുള്ള അൺബോക്സ് ചെയ്യാനാണെങ്കിൽ പോലും നമ്മളിന്ന് ഒരു ഐറ്റം മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. മറ്റൊരു ഐറ്റം നമ്മൾ അടുത്ത വീഡിയോയിൽ അൺബോക്സിംഗ് ആയിട്ട് ചെയ്യും. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നതും അടുത്ത വീഡിയോയിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഷവോമിയുടെ പ്രൊഡക്ട്സുകളാണ്. ഒന്ന് ഷവോമിയുടെ നോട്ട് 8 എന്ന് പറയുന്ന ഈ ഒരു ഫോണും രണ്ടാമത്തെ ഷവോമിയുടെ ഒരു ഹെഡ്സെറ്റുമാണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Redmi Note 8 എന്ന് പറഞ്ഞ ഈ ഒരു ഫോണാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഒരുപാട് പേര് മേടിച്ചതുമായിട്ട് ഷവോമിയുടെ കമ്പനീസ് എടുത്ത് നോക്കിയ ഒരു വിപ്ലവം സൃഷ്ടിച്ചതുമായ ഒരു ഫോണാണ് Redmi Note 8 എന്ന് പറഞ്ഞ ഈ ഒരു ഫോൺ. ഈ സംഭവം ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളായി എങ്കിൽ പോലും ഇപ്പോഴും നിലവിൽ പോലും ഒരുപാട് ആളുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഷവോമിയുടെ ഒരു പ്രധാന ബ്രാൻഡ് അല്ല ഒരു മോഡൽ തന്നെ ഈ Redmi Note 8 എന്ന് പറഞ്ഞ ഈ ഒരു ഫോണാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന ഈ ഒരു Redmi Note 8 എന്ന് പറഞ്ഞൊരു ഫോണും ഒപ്പം തന്നെ ഇതിൻ്റെ ഫുൾ റിവ്യൂസുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തൊട്ടടുത്ത വീഡിയോയിൽ ഷവോമിയുടെ ഒരു ഹെഡ്സെറ്റാണ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, നമ്മളപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന Redmi Note 8 എന്ന് പറഞ്ഞ ഈ ഒരു ഫോൺ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഓൾറെഡി നമ്മളിത് അൺബോക്സിങ് ചെയ്തു, സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് നോക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചതിന് ശേഷം തിരിച്ച് ഈ പാക്കിലോട്ട് ആക്കിയത്. നമ്മൾ ചെയ്യാൻ നേരത്ത് കുറച്ച് ഈ ഒരു അൺബോക്സിങ് സാധാരണ രീതി ചെയ്യുന്നതിനായിട്ട് എല്ലാവരും അൺബോക്സിങ് ഇപ്പോൾ തുറന്നു നോക്കിയ പ്രൊഡക്ട്സ് തന്നെ അവർ ഒന്നും കൂടെ പെട്ടെന്ന് തുറന്ന് ചെയ്യുന്നു. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഈ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അമ്മിണിയിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ആൾ നടന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ തുടർന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് MrMobileBoss ആണ്. MrMobileBossൻ്റെ യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ആ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കയറാനുള്ള ലിങ്ക് തൊട്ട് മുകളിൽ വരുന്ന ഒരു ഐക്കാർഡ് വരും. നിങ്ങൾ ഐക്കാർഡ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് MrMobileBoss എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് കടന്ന് ചെല്ലുവാനും ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഒപ്പം നമ്മുടെ അമ്മിണിയിൽ പോലെ തന്നെ അതിൽ ആ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ തുടർന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഒരുപാട് ഉപയോഗപ്രദമാകുന്ന ടെക്നിക്കൽ പരമായിട്ടുള്ളതും നമ്മുടെ ഇപ്പോൾ ഗാഡ്ജറ്റ്സ് പരമായിട്ടുള്ള നമ്മളിപ്പോൾ വെഹിക്കിൾസ് പ്രധാനമായിട്ട് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പുതുതായിട്ടുള്ള പ്രീമിയർ ആയിട്ടുള്ള കാർഡ്സ് അങ്ങനെയൊക്കെ ഉള്ളതിനെ കുറിച്ചാണ് റിവ്യൂസും വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കാണാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നമ്മുടെ ഈ ചാനലും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ബ്രാൻഡായ നമ്മുടെ റെഡ്മിയുടെ ഈ ഒരു Redmi Note 8 എന്ന് പറയുന്ന ഈ ഒരു ഫോണാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. 48 മെഗാ പിക്സലിൻ്റെ കോഡ് ക്യാമറയാണ് ഉള്ളത്. നമുക്കിതിൻ്റെ ബാക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോഡ് ക്യാമറ സെൻസറാണുള്ളത് 48 മെഗാ പിക്സലിൻ്റെ. ഒപ്പം തന്നെ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണുള്ളത്. 4000 mAh ആണ് ബാറ്ററിയുടെ ആംബിയർ. 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണുള്ളത്. ഒപ്പം തന്നെ നമുക്ക് 2 സിം സ്ലോട്ടുകളുണ്ട്. ഡുവൽ സിം സ്ലോട്ട്സ് ആണ്, 2 4G ആണ്. ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൈക്രോ SD സ്ലോട്ടും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഡുവലായിട്ടുള്ള 4G സിമ്മാണ്. IR റിമോട്ട് കൺട്രോൾ ഉണ്ട്, അതായത് നമുക്ക് യൂണിവേഴ്സൽ റിമോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ഓഡിയോ ക്ലിയറിംഗ് സ്പീക്കറാണ്. നല്ല ക്വാളിറ്റിയോട് കൂടി ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൗണ്ട് നമ്മളിതിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക് ആകട്ടെ എന്ന് നമുക്ക് ലഭിക്കും. ഒപ്പം തന്നെ അനവധി ഫീച്ചേഴ്സാണ് ഈ ഒരു ഫോണിലുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ഫസ്റ്റ് ക്യാമറ എന്ന് വെച്ചാൽ ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. സെക്കൻഡ് ക്യാമറ നമ്മളെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ക്യാമറയാണ്. തൊട്ടടുത്ത മൂന്നാമത്തെ ക്യാമറ മാക്രോ ലെൻസാണ്. അത് നമുക്ക് ചെറുതായിട്ട് നമ്മളിപ്പോൾ ഒരു പരിധി നമ്മൾ ഏറ്റവും അടുത്ത് കൊണ്ടുവയ്ക്കുന്നത് അതിനെപ്പോലെ നല്ല സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ക്യാമറയാണ് മാക്രോ. ഏറ്റവും ലാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഡെപ്ത് സെൻസറാണ്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ക്യാമറയാണ്. ഇത് ഇത്രയും ഉള്ളത്. ഓക്കെ, നമുക്ക് ഇനി പെട്ടി ഒന്ന് തുറക്കാം. ഇതാണ് നമ്മുടെ ഫോണ്. ഇതിൻ്റെ അകത്താണ് ഫോൺ ഇരിക്കുന്നത്. കുറച്ച് വെയിറ്റൊക്കെ ഉണ്ട്, നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് പൗച്ചൊന്ന് നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പൗച്ചാണ് ഇത് തരുന്നുണ്ട്. ബ്ലാക്ക് കേസാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൽ. ഓക്കെ, പക്ഷേ എന്താ ഇതാണ് 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ. നല്ല സംഭവം, കാണാനൊക്കെ കൊള്ളാം. നല്ല കിടിലൻ ചാർജർ തന്നെ. ഏകദേശം എന്താ ഇവിടെ ഒരു C ടൈപ്പ് കേബിളുണ്ട്. പോർട്ട് C കേബിളാണിത്. ഇവിടെ USB പോർട്ട് പോകുന്നുണ്ട്. ഒത്തിരി നല്ല നീളമുള്ളൊരു കേബിളാണ്. നീളം എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നല്ല നീളമുള്ളൊരു കേബിളാണ്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കേബിളാണ്, ഇത്രയും വലിപ്പമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ഓക്കെ, നമുക്കിനി നമ്മുടെ ഫോണൊന്ന് എടുക്കാം. ഇതാണ് നമ്മുടെ ഫോണ്. ഇതിൻ്റെ അകത്ത് ഒരു സ്ലിം സ്ലോട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സിം സ്ലോട്ടാണ്. ഓക്കെ, അത് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. ശേഷം ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഫോൺ ഇരിക്കുന്നത്.
ഇത് മറ്റേ യൂസർ മാനുവലും ഗൈഡ്സൊക്കെയാണ്. ഇത് നമുക്ക് മാറ്റി പിന്നെ ആവശ്യം നമുക്കില്ല. ഓക്കെ, നമുക്കിനി നമ്മുടെ ഫോണിന് വെളിയിലോട്ട് എടുക്കുകയാണ്. യെസ്, ഇതാണ് നമ്മളുണ്ട റെഡ്മി ഫോണ്. 14 മെഗാ പിക്സൽ AI ക്യാമറ ഉണ്ട്, 4 കോഡ് ക്യാമറ ഉണ്ട്. ഇവിടെ താഴെ റെഡ്മി എന്നും പറഞ്ഞൊരു അവരുടെ ഒരു റെഡ്മിയുടെ ഒരു ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, നല്ല കിടിലം ഒരു ക്യാമറയൊക്കെ ഈ ഒരു രീതിയിൽ പോവുകയാണ്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഈ ബാക്ക് എന്ന് വെച്ചാൽ ഗ്ലാസ് ആണ് ഒരു ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഇതൊക്കെ നല്ലതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കിനിയിപ്പം ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഒരു വാട്ടർ ഡ്രോപ്പ് രീതിയിലാണ് ഇതിൻ്റെ ഈ ക്യാമറ പോയിട്ടുള്ളത്. സെൽഫി ക്യാമറ നമുക്ക് ഇനി ഒന്ന് ഓൺ ആക്കാം. നാടെ റെഡ്മി എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, ബൈ ഷവോമി. ഇതിൽ ടെമ്പേർഡ് ഒട്ടിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു രീതിയിലാണ് റെഡ്മിൻ്റെ ഈ 6-ൻ്റെ ഈ ഒരു ഭാഗം പോയത്. നമ്മൾ ഈ ടെമ്പേർഡ് ഒട്ടിച്ചിട്ടുള്ളതുകൊണ്ടാണ്. പവർഡ് ബൈ ആൻഡ്രോയിഡ്. ഫോൺ ഓൺ ആവുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോൺ ഓണായി വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോൺ റെഡ്മി. നല്ല HD ക്വാളിറ്റിയാണ്. ഓക്കെ, ബ്രൈറ്റ്നസ് ഒക്കെ ഫുള്ളാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോണെന്ന് പറയാനായിട്ട് സാധിക്കും. നല്ല സ്പീഡുണ്ട്. 16Hz റീഫ്രഷ് റേറ്റാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ആൻഡ്രോയിഡ് 9 Pie ആണ് ഇതിൻ്റെ ഈ ഒരു ഇത്. ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് Pie. ഇത് സംഭവം കൊള്ളാം. അയ്യോ ബൾബുകൾ. ഓക്കെ, നമ്മളങ്ങനെ കൊടുത്ത് വരാൻ നേരത്ത് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് നോട്ട് പാഡായിട്ട് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഇങ്ങനെ എഴുത്തും സംഭവമൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതിനെ തന്നെ നമുക്ക് മാച്ച് കളയാനുള്ള ഇതുണ്ട്, കളർ മാറ്റാനായിട്ട് സാധിക്കും. നമുക്ക് പെന്നിൻ്റെ സൈസ് ഇങ്ങനെയുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആൻഡ്രോയിഡ് 10-നെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ഫീച്ചറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ആൻഡ്രോയിഡ് 10-ലാകാം നമുക്ക് ആൻഡ്രോയിഡ് 1.0 ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കളിക്കാം. പക്ഷേ ഇതിൽ കണ്ടാൽ നമുക്ക് ഇങ്ങനെ എഴുതി കളിക്കാം, ഒപ്പിട്ട് കളിക്കാം, പടം വരച്ച് കളിക്കാം. അങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കാം. ഇനി ഇതിൻ്റെ ഏറ്റവും മികച്ച ഒരു ക്വാളിറ്റി എന്ന് പറയാൻ തന്നെ സാധിക്കും. ഇന്ത്യയിൽ തന്നെ പൊതുവേ ഏറ്റവും കൂടുതൽ നല്ല ചീപ്പ് റേറ്റിന് ഇത്രയും നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ക്യാമറ ഈ റെഡ്മിയിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ ഒരു ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കാം. ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും നമ്മൾ തുറന്ന് എടുക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, തൊട്ട് അടുത്ത വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഫോട്ടോ. അപ്പോൾ നമുക്കിതിന് അൾട്രാ വൈഡിലൊന്ന് ഇട്ട് നോക്കാം. ഔട്ട്ഡോർ വിസിബിലിറ്റി ഇതിന് കൂടുതലാണ്. കാരണം ഇതിപ്പോൾ ഒരു ടെമ്പേർഡ് ഒട്ടിച്ചുകൊണ്ടാണ് ചെറിയൊരു കുറവ് നമുക്ക് അനുഭവപ്പെടുന്നത്. വൈഡ് ആംഗിൾ നമ്മൾ എടുക്കുമ്പോൾ പോലും സാധാരണ ചില ഫോണുകളിലൊക്കെ നമ്മൾ വൈഡ് ആംഗിളിൽ ഫോട്ടോ എടുക്കാൻ നേരത്ത് കുറച്ച് ഈ അറ്റങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഗ്രെയിൻസ് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൽ ആ ഒരു ഇതൊന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 14 മെഗാ പിക്സൽ പോർട്രേറ്റ് ആയിട്ടെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയോട് കൂടിയ ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നൈറ്റ് മോഡുണ്ട്, പനോറമ ഉണ്ട്, പ്രോ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ വീഡിയോസ് എടുക്കുന്നതിൽ തന്നെ വീഡിയോയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, മാക്രോ മോഡിൽ നമുക്ക് എന്ത് ചെയ്യും വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കും. അത് മികച്ച ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എടുക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നമുക്ക് വൈഡ് ആംഗിളിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കും. ഷോർട്ട് വീഡിയോ ഉണ്ട് കുറഞ്ഞ ഇതിൽ. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സൂപ്പർ സ്ലോ ഉണ്ട്, ഫാസ്റ്റ് ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. നമുക്കിതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സൂപ്പർ സ്ലോയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും, സൂപ്പർ ഫാസ്റ്റിൽ. ഇങ്ങനെ ഈ ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒപ്പം നമുക്കിതിൽ മ്യൂസിക്കുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പാട്ടിനെ എടുത്ത് സെലക്ട് കൊടുത്ത് നമുക്ക് തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുകയാണ്. നമുക്ക് ഈ വീഡിയോ പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കും. ഈ ടിക്ടോക്ക് കണക്കാണ് ഈ ഒരു ഫീച്ചർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ വീഡിയോ എടുത്താൽ പോലും നമുക്ക് വീഡിയോ കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഈ ടൈപ്പിൽ വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ സ്ലോ മോഷനിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കും. നല്ല മികച്ച ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. 180 FPS 30 FPS നമുക്ക് HD ആയിട്ട് വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കും. 60 FPS നമുക്ക് HD ആയിട്ട് വീഡിയോസ് എടുക്കാൻ സാധിക്കും. പിന്നെ ഒപ്പം തന്നെ ഇത് 4K വീഡിയോ ക്യാമറയാണ്. നമുക്ക് 4Kയിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കും. നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി സെൽഫി ക്യാമറ നോക്കാം. വീഡിയോയിൽ സെൽഫി ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസായിട്ട് കാണാനായിട്ട് സാധിക്കും. നല്ല കിടിലായിട്ട് നമുക്ക് സെൽഫിയിൽ പോലും വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കും. ഷോർട്ട് വീഡിയോ സെൽഫിയിൽ പോലും ഉണ്ട്.
സ്ലോ മോഷനിൽ നമുക്ക് സെൽഫി വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ കയറി നമുക്ക് എന്ത് ചെയ്യാം, സ്ലോ മോഷനിൽ വീഡിയോസായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിൻ്റെ പോർട്രേറ്റിലൊന്ന് ഫോട്ടോ നോക്കാം. വേണ്ട, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തുകൊണ്ട് അല്ല ടക്കെന്നും പറഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ എടുത്താൽ പോലും കണ്ട ഒറ്റ അടിക്ക് ഇതിലോട്ട് എന്ത് ചെയ്യാം, ഫോട്ടോ ആവുന്നുണ്ട്. കണ്ട നല്ല ഫോട്ടോ. നമുക്കിനി നമുക്ക് ഫോട്ടോ, ഈ ഒരു ഫോട്ടോ നമുക്കൊന്ന് എടുത്ത് നോക്കാം. സാധാ ഒരു ക്യാമറയിൽ, അതായത് 13 മെഗാ പിക്സലാണ് ഇതിൻ്റെ ഈ ഒരു ഫോട്ടോ. നമ്മൾ ഫോട്ടോ എടുത്തപ്പോഴേ ടക്ക് എന്നും പറഞ്ഞിട്ടുണ്ടോ, ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇത്രയും ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ഫീച്ചറാണ്. നല്ല ക്ലാരിറ്റി ഉള്ള, നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഫോൺ നല്ല സ്പീഡുണ്ട്, ഒരു തരത്തിൽ യാതൊരു തരത്തിൽ ഹാങ്ങുകൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഒപ്പം തന്നെ ഇതിൻ്റെ റിവ്യൂ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെയിറ്റും കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും ഒരു വെയിറ്റ് കുറവാണ്, വളരെ തുച്ഛമായ ഭാരം മാത്രമേ ഈ ഒരു ഫോണിനുള്ളൂ. ഒപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ഇത് കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഫേസ് ലോക്ക് ഇതിലെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഫിംഗർ എടുക്കാനായിട്ട് സാധിക്കും. സെൽഫി ക്യാമറ ആണെങ്കിൽ പോലും കണ്ടാൽ മികച്ച ക്യാമറ ക്വാളിറ്റി ഇതെന്ത് പ്രകടനം വയ്ക്കുന്നുണ്ട്. ഒരു സെൽഫിയൊക്കെ എടുക്കുകയാണ്. ടക്കെന്ന് പറഞ്ഞ ഫോട്ടോ ഇതിലോട്ട് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നല്ലൊരു ഗെയിമിംഗ് പ്രോസസ്സറാണ്, നമുക്ക് നല്ല രീതിയിൽ എന്ത് ഇതിന് ഗെയിമിങ്ങിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു ഗെയിമിംഗ് പ്രോസസ്സർ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഒരു തടസ്സവും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഗെയിമുകൾ കളിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് നമ്മളിത് എടുക്കാൻ നേരത്തെ തന്നെ കുറച്ച് ഗെയിമുകളും മറ്റ് ആപ്ലിക്കേഷൻസ് ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം അത് അവർ റെഡ്മിയുടെ ഇതാണ്. നമ്മൾ ശേഷം അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോറേജൊക്കെ എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ സ്പീഡുണ്ട്. ഇതുവരെയായിട്ട് ഹാങ് ഒന്നും ആയിട്ടില്ല. ഫോണും മേടിച്ച് വളരെ ഒരു ദിവസം ആയിട്ടുള്ളൂ. നല്ല മികച്ച ക്യാമറ ക്വാളിറ്റി പ്രകടനം കാഴ്ചിക്കുന്നത്, നല്ലൊരു സൂമിങ്ങിൽ പോലും നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ക്വാളിറ്റി കുറയുന്നില്ല, വളരെ നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ 48 മെഗാ പിക്സൽ ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോസ് എടുക്കുവാനും വീഡിയോസ് എടുക്കുവാനും സാധിക്കുന്നുണ്ട്. തികച്ചും നല്ലൊരു വെയിറ്റ്ലെസ് ആണ്, നമുക്ക് കയ്യിൽ യൂസ് ചെയ്യാൻ പോലെയാണ്. നമുക്ക് കയ്യിൽ നല്ല രീതിയിൽ ഒരു നല്ല രീതിയിൽ ഒരു പിടുത്തം കിട്ടുന്നുണ്ട്. ഇവിടെ വേണ്ട IR റിമോട്ട് സെൻസർ ഉണ്ട്. ഇവിടെ താഴെ നാക്കുന്നതാണ് കണ്ട ഒരു സ്പീക്കറുണ്ട്. ഒപ്പം തന്നെ C ടൈപ്പ് ചാർജറുണ്ട്. ഒപ്പം തന്നെ ഒരു ഹെഡ്ഫോൺ ജാക്കുണ്ട്. ഇവിടെ സിം സ്ലോട്ട് ഇതിൻ്റെ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്, സിം സ്ലോട്ട്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഏവർക്കും ഒരുപാട് ഉപയോഗപ്രദമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ മാത്രം ചാനൽ, ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ചാനലാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു സഹകരണത്തോടുകൂടി, സ്നേഹത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ തൊട്ടടുത്ത വീഡിയോയിൽ മുന്നിൽ ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി.